Oh, hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ലെജൻഡറി ഫംഗ്ഷൻസിനെ പറ്റി നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും വളരെ ചെറിയ ടോപ്പിക്കാണ്. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ബേസിക് ഡെഫിനിഷനും കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടിയിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നമുക്ക് ലെജൻഡറി ഫംഗ്ഷൻസ്. ഓക്കെ, സോ ലെജൻഡറി ഫംഗ്ഷൻസ്. ഓക്കെ, സോ ലെജൻഡറി ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെജൻഡറി ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക പി എൻ ഓഫ് എക്സ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക അല്ലേ നമ്മൾ ലെജൻഡറി ഫംഗ്ഷൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, സോ നമ്മൾ മറ്റുള്ള നമ്മൾ ബെസലും ഗാമയൊക്കെ പഠിച്ചതുപോലെ അതേപോലെ തന്നെ നമ്മൾ ഇതും പോകണം. അതായത് ആദ്യമേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ അതിൻ്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ നോക്കുക, പിന്നെ അതിൻ്റെ റെക്കറൻസ് റിലേഷൻസ് നോക്കുക, പിന്നെ ഓർത്തോഗണാലിറ്റി, റോഡ്രിഗസ് ഫോർമുല. നമ്മൾ മറ്റേ ഡിസ്കസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡെറിവേഷൻസ് തന്നെയാണ് എന്തെങ്കിലും വരിക ലെജൻഡറിയിൽ വരും. ഓക്കെ, സോ ലെജൻഡറി ഫംഗ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി ഫംഗ്ഷൻസ് ആർ ദി സൊല്യൂഷൻസ് ഓഫ് ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ വിളിക്കൽ, നമ്മൾ ലെജൻഡറി ഫംഗ്ഷൻസ് വിളിക്കാം. ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് n into n minus 1 y is equal to 0. So this is known as the Legendre differential equation. Okay, this is the Legendre differential equation. So ഈ Legendre differential equation solve ചെയ്യുമ്പോൾ നമുക്ക് obtain ചെയ്യുന്ന solutions ആണ് actually എന്ത് നമ്മൾ Legendre differential equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, Legendre differential equation അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് obtain ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ Legendre equation എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ obtain ചെയ്യാൻ പറ്റും, നമുക്ക് ജനറേറ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് obtain ചെയ്യാൻ പറ്റും. ഓക്കെ, ജനറേറ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ജനറേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, സോ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, സോ ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ലെജൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് 1 മൈനസ് 2xz പ്ലസ് z square all raised to minus 1 by 2. So this is the generating function of legendary functions. അപ്പോൾ legendary functions generating function ആണ് 1 minus 2xz plus z square all raised to minus 1 by 2. So on expanding the generating function we obtain the legendary function as the coefficient of z raised to n. അതായത് നമ്മൾ ഈ ജനറേറ്റീവ് ഫംഗ്ഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ലെജൻഡറി പോളിനോമിയൽസ് എങ്ങനെയാണ് കിട്ടുക, നമുക്ക് z raised to n ന്റെ കോഎഫിഷ്യൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ലെജൻഡറി ഫംഗ്ഷൻസ് കിട്ടുക. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് 2xz പ്ലസ് z സ്ക്വയർ ഓൾ റേസ് ടു മൈനസ് 1 by 2 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 to infinity p n of x into z raised to n. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത സൊല്യൂഷൻ കിട്ടുക. സോ z raised to n ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് പി എൻ ഓഫ് എക്സ് അല്ലെങ്കിൽ ലെജൻഡറി ഫംഗ്ഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ജനറേറ്റീവ് ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ z raised to n ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുക, നമുക്ക് ലെജൻഡറി ഫംഗ്ഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പ്രൂഫ് ഉണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് സെപ്പറേറ്റ് തരാം. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ റെക്കറൻസ് റിലേഷൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ റെക്കറൻസ് റിലേഷൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. സോ നമുക്ക് റെക്കറൻസ് റിലേഷൻസ് നോക്കാം. ഓക്കെ, സോ റെക്കറൻസ് റിലേഷൻസ്. ഓക്കെ, ലെജൻഡറി ഫംഗ്ഷൻസിന് ഒരുപാട് റെക്കറൻസ് റിലേഷൻ ഉണ്ട്, 6 or 7 റെക്കറൻസ് റിലേഷൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡെറിവേഷൻ ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. സോ ജനറേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ലെജൻഡറി ഫംഗ്ഷൻ്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ജനറേറ്റീവ് ഫംഗ്ഷൻ നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷനെ g of z, x കൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റീവ് ഫംഗ്ഷൻ g ഈസ് ഗിവൺ ബൈ എങ്ങനെയാണ് 1 minus 2xz plus z square all raised to minus 1 by 2 which is equal to summation n is equal to 0 to infinity p n of x z raised to n. Okay, now we differentiate the generating function with respect to
z with respect to z എന്ത് ചെയ്യുക നമ്മൾ ഈ ജനറേറ്റീവ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അതായത് ഡോ ജി ബൈ ഡോ z ചെയ്യുക ഡോ ജി ബൈ ഡോ z ചെയ്യുക സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം -1/2 ഇൻറ്റു 1 മൈനസ് 2xz പ്ലസ് z സ്ക്വയർ അല്ലേ എക്സ് റേസ് ടു n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ഇനി നമുക്ക് z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം z നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും z ഉണ്ട് സോ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇവിടെ -2x കിട്ടും -2x z സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2z കിട്ടും 2z കിട്ടും okay which is equal to ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ z ന് വിത്ത് റെസ്പെക്ട് അല്ലേ ചെയ്യണം സോ സമ്മേഷൻ n is equal to 0 to infinity pn of x into n into z raised to n minus 1 okay n into z raised to n minus 1 ആയിരിക്കും okay so നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കാം so it will be equal to -1/2 into 1 minus 2xz plus z square into ഇത് 2 കോമൺ ആയിട്ട് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം 2 നെ കോമൺ ആയിട്ട് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 2 into z നെ അപ്പോൾ 2 into z minus x is equal to summation n is equal to 0 to infinity pn of x into n into z raised to n minus 1 so we can cancel out this 2 into cancel ചെയ്യുക ഈ മൈനസിനെ ഇതിനുള്ളിൽ കൊടുക്കുക so it will be equal to 1 minus 2xz അല്ല ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കാര്യമല്ലോ n into x raised to n minus 1 അല്ലേ സോ ഇവിടെ -1/2 ഉണ്ട് സോ ഇവിടെ -1/2 -1 വരും സോ -3/2 so 1 minus 2xz plus z square into -3/2 ഈ മൈനസിനെ ഇതിനുള്ളിൽ കൊടുത്തു സോ x എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും z മൈനസ് ആയിട്ട് മാറും സോ x minus z which is equal to summation n is equal to 0 to infinity pn of x into n into z raised to n minus 1 n into z raised to n minus 1 okay so then നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും which can be written as ഈ -3/2 നമുക്ക് എഴുതാൻ പറ്റും -1/2 -1 ആയിട്ട് എഴുതാം അല്ലേ -3/2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും -1/2 -1 ആയിട്ട് എഴുതാൻ പറ്റും സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 1 minus 2xz plus z square into all raised to -1/2 പിന്നെ ഒരു -1 വരും -1 വന്നു കഴിഞ്ഞാൽ അത് ഡിനോമിനേറ്റർ കൊണ്ടുപോവാ ഡിനോമിനേറ്ററുള്ള സാധനം ഇപ്പുറത്ത് എടുക്കാം നമുക്ക് അല്ലേ അതായത് -1/2 പിന്നെ വരിക 1 minus 2xz plus z square -1 ആണ് വരിക -1 പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർക്ക് പോകും അല്ലേ 1/8 എഴുതാൻ പറ്റും സോ 1 minus 2xz plus z square എടുക്കുക അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം ഓക്കെ സോ ആ ടേമിൽ ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാണ് സോ ബാക്കി ഇവിടെ x minus z ഉണ്ട് which is equal to summation is equal to 0 to infinity pn of x into n into z raised to n minus 1 n into z raised to n minus 1 പിന്നെ ഇവിടെ ഉള്ള ടേം പുറത്ത് വന്നു സോ 1 minus 2xz plus z square 1 minus 2xz plus z square കിട്ടി ഓക്കെ now ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ് അല്ലേ 1 minus 2xz plus z square whole raised to -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ് സോ അതിന് പകരം നമുക്ക് ജനറേറ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഈ സാധനം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക summation n is equal to 0 to infinity pn of x into z raised to n അല്ലേ pn of x into z raised to n സാധനം ഈ സാധനമാണ് അവിടെ കിട്ടുന്നത് സോ ഈ സാധനത്തിന് പകരം എന്ത് ചെയ്യാം ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും സോ x minus z നെ ഫ്രണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ x minus z into ഇതിന് പകരം ഞാൻ എന്ത് കൊടുത്തു summation n is equal to 0 to infinity pn of x into z raised to n is equal to ഈ ടേം എഴുതി summation n is equal to 0 to infinity pn of x into n into z raised to n minus 1 into 1 minus 2xz plus z square 1 minus 2xz plus z square ആയിട്ട് ഞാൻ എഴുതി ഓക്കെ now ഈ ടേം ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ് സോ ഇങ്ങനെ എഴുതാം x minus
z x minus z into summation n is equal to 0 to infinity pn of x z raised ഇത് ഓൾറെഡി ഉള്ള ടേം ആണ്. ഈ ടേംസിനെ കംപ്ലീറ്റ് എടുത്തു കൊടുത്തു. അപ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറി മൈനസ് summation n is equal to 0 to infinity pn of x n into z raised to n minus 1 into 1 minus 2xz plus z square. Okay, this will be is equal to 0. കാരണം ഈ ടേം ഞാൻ പുറത്ത് കൊടുത്തു. ഓക്കെ, ആ ടേം ഞാൻ പുറത്ത് കൊടുത്തു. നൗ ഇവിടെ ബ്രാക്കറ്റ് ഉള്ള സാധനത്തേക്ക് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ബ്രാക്കറ്റുള്ള ടേംസിനൊക്കെ എന്ത് ചെയ്യുക, നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നോക്കാം. സോ ഫസ്റ്റ് ടേമിൽ എന്ത് വരും? ഫസ്റ്റ് ടേമിൽ എക്സ് ഇൻറ്റു പിന്നെ സമ്മേഷൻ ടേമാണ് വരിക അല്ലേ? എക്സ് ഇൻറ്റു സമ്മേഷൻ ടേമാണ് വരിക. സോ നമുക്കത് എഴുതാം. സോ എക്സ് ഇൻറ്റു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി എൻ ഓഫ് എക്സ് ഇൻറ്റു സെഡ് റൈസ് ടു എൻ. പിന്നെ സെക്കൻഡ് ടേം നെഗറ്റീവ് ആണ്, മൈനസ് സെഡ് ഇൻറ്റു സമ്മേഷൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി എൻ ഓഫ് എക്സ് സെഡ് റൈസ് ടു എൻ. ഇവിടെ ഓൾറെഡി സെഡ് റൈസ് ടു എൻ ഉണ്ട്, പിന്നെ ഈ സെഡും കൂടി വരും. അപ്പോൾ എന്തായിട്ട് വരും? സെഡ് റൈസ് ടു എൻ പ്ലസ് 1 ആയിട്ട് വരും. സോ summation n is equal to 0 to infinity pn of x into z raised to n plus 1. z raised to n plus 1 വരും. മൈനസ് ഫസ്റ്റ് ടേം ഇവിടെ 1 ആയതുകൊണ്ട് അത് അതേപോലെ തന്നെ വരും ടേം. summation n is equal to 0 to infinity pn of x into n into z raised to n minus 1 z raised to n minus 1 മൈനസ് എന്ത് വരും? നെക്സ്റ്റ് ടേമിൽ പി എൻ ഓഫ് എക്സ് എൻ സെഡ് റേഷ്യോ എൻ മൈനസ് 1 മൈനസ് 2x ഇവിടെ സെഡ് ഉണ്ട്. സോ ഈ സെഡും ഈ മൈനസ് 1ൻ്റെ സെഡും കൂടിയിട്ട് പൊക്കോളും. സോ ബാക്കി എന്ത് വരും? 2x പുറത്ത് വരും അല്ലേ? സോ ബാക്കി വരുന്നത് 2x ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പി എൻ ഓഫ് എക്സ് ഇൻറ്റു n ഇൻറ്റു സെഡ് റേസ് ടു n into z raised to n വരും. Now ലാസ്റ്റ് ടേം എന്ത് വരും? ലാസ്റ്റ് ടേം വരുന്നത് ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ z സ്ക്വയർ ഉണ്ട് അല്ലേ? z സ്ക്വയർ വരുമ്പോൾ n മൈനസ് 1 പ്ലസ് 2 വരും. ഓക്കെ, സോ n പ്ലസ് 1 വരും അല്ലേ? ആ ടേം എന്ത് വരും? n പ്ലസ് 1 വരും. സോ അത് എഴുതി കഴിഞ്ഞാൽ മൈനസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി pn of x n into z raised to n minus 1 plus 2. n minus 1 plus 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? n plus 1 വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തതാണ്. സിംപ്ലിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മേഷൻ പി എൻ ഓഫ് എക്സിന് ഞാൻ ജസ്റ്റ് പി എൻ എന്ന് മാത്രമായിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, പി എൻ ഓഫ് എക്സ് ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പി എൻ എന്ന് മാത്രം കൊടുക്കുകയാണ്, കാരണം ഒന്ന് എഴുതാൻ സുഖത്തിന് വേണ്ടിയിട്ട്. സോ എക്സ് ഇൻറ്റു സമ്മേഷൻ പി എൻ, പിന്നെ ഇവിടെ z raised to n ഉണ്ട്, മൈനസ് സമ്മേഷൻ പി എൻ z raised to n പ്ലസ് 1 മൈനസ് സമ്മേഷൻ പി എൻ z raised to n മൈനസ് 1 മൈനസ് 2x ഇൻറ്റു സമ്മേഷൻ പി എൻ z raised to n മൈനസ് സമ്മേഷൻ പി എൻ z raised to n പ്ലസ് 1 is equal to 0. Okay, ഇരിക്കുന്നു. Now നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് z raised to n നെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എല്ലാ ടേംസും നമ്മൾ എന്ത് ചെയ്യാണ്? കോഎഫിഷ്യന്റ് നമ്മൾ മുന്നത്തെ നമ്മൾ കഴിഞ്ഞ സ്പെഷ്യൽ ഫംഗ്ഷൻ ഒക്കെ ചെയ്തിരുന്ന പോലെ കോഎഫിഷ്യന്റ് ഓഫ് z raised to n ഫ്രം ഈച്ച് ടേം ഓരോ ടേമിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? z raised to n ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ എടുക്കുകയാണ്. സോ ഫസ്റ്റ് ടേം നോക്കുകയാണെങ്കിൽ അവിടെ മാറ്റമൊന്നുമില്ല, അവിടെ എന്ത് ചെയ്യാൻ? z raised to n ന്റെ കോഎഫിഷ്യന്റ് x ഇൻറ്റു സമ്മേഷൻ പി എൻ. സെക്കൻഡ് ടേം നോക്കുകയാണെങ്കിൽ ഇവിടെ n പ്ലസ് 1 ആണ് എടുക്കുന്നത് അല്ലേ? സോ ഇവിടെ z raised to n കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? z raised to n നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? z raised to n വേണ്ട, നമുക്ക് z raised to m കൊടുക്കാം. ഓക്കെ, z raised to m കിട്ടണമെങ്കിൽ ഇവിടെ n is equal to m. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, n is equal to m കൊടുക്കുക. ഇവിടെ z raised to m കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? z raised to m കിട്ടണമെങ്കിൽ n പ്ലസ് 1 is equal to m കൊടുക്കണം അല്ലേ? n പ്ലസ് 1 is equal to നമ്മൾ നോക്കണം m എന്ന് കൊടുക്കണം. ഇവിടെ എന്ത് കൊടുക്കണം? z raised to n കിട്ടണമെങ്കിൽ n മൈനസ് 1 is equal to m കൊടുക്കണം അല്ലേ? n മൈനസ് 1 is equal to m കൊടുത്താലാണ് എന്ത് കിട്ടുള്ളൂ? നമുക്ക് z raised to m കിട്ടുള്ളൂ. ഇവിടെയോ
ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ n ഈസ് ഈക്വൽ ടു m കൊടുത്താൽ മതി. ഇവിടെ എന്ത് കൊടുക്കണം നമ്മൾ? ഇവിടെ n+1 ഈസ് ഈക്വൽ ടു m കൊടുക്കണം നമ്മൾ. ഓക്കെ, n+1 ഈസ് ഈക്വൽ ടു m കൊടുക്കണം. ഓക്കെ, സോ z⁻m ന്റെ കോഎഫിഷ്യൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കോഎഫിഷ്യന്റ് വരിക, ഫസ്റ്റത്തെ കോഎഫിഷ്യന്റ് x ഉണ്ട്, പിന്നെ സമ്മേഷൻ pn വരും. അതിന് ജസ്റ്റ് വെറുതെ p n ഈസ് ഈക്വൽ ടു m ആണല്ലോ, സോ pm കൊടുത്തു ഞാൻ. ഓക്കെ, മൈനസ് സെക്കൻഡ് ടേമിൽ എന്ത് വരും? സെക്കൻഡ് ടേമിൽ n+1 ഈസ് ഈക്വൽ ടു m ആണ് ഞാൻ കൊടുത്തത്. അതായത് ഇവിടെ എന്ത് വന്നു? z⁻m വന്നു. അപ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് വരിക, ഇവിടെ p n ന്റെ പകരം എന്ത് കൊടുക്കണം ഞാൻ? n ഈസ് ഈക്വൽ ടു m-1 വരും അല്ലേ? m-1 വരും. സോ ടേം എന്താണ് വരിക? p m-1 അല്ലേ? കാരണം n ഈസ് ഈക്വൽ ടു എന്താണ് വരിക? ഇവിടെ n ഈസ് ഈക്വൽ ടു m-1 എന്ന് വരും അല്ലേ? സോ ഈ n ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം ഞാൻ? m-1 കൊടുത്തു. ഓക്കെ, മൈനസ്. ഇനി ഇവിടെ n-1 ഞാൻ m കൊടുത്തു. സോ n ഈസ് ഈക്വൽ ടു എന്ത് വരും? n ഈസ് ഈക്വൽ ടു m+1 വരും. n ഈസ് ഈക്വൽ ടു m+1 വരും. സോ ഈ n ന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കണം? m+1 കൊടുക്കണം. സോ എന്ത് വരും? m+1 ഇൻറ്റു pm വരും. m+1 ഇൻറ്റു pm വരും. നൗ ഈ ടേം ഇവിടെ മൈനസ് പ്ലസ് ആവും അല്ലേ? മൈനസ് ഇവിടെ പ്ലസ് ആവും ആക്ച്വലി. സോ പ്ലസ് ഇതിൽ 2x മാറ്റൊന്നും വരില്ല. സോ 2x ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ n ഈസ് ഈക്വൽ ടു m ആണ്. സോ വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. എന്ന് കൊടുത്താൽ മതി. pn പകരം ഞാൻ pm കൊടുത്തു, n ന് പകരം ഞാൻ എന്ത് കൊടുത്തു? m കൊടുത്തു. ഓക്കെ, ലാസ്റ്റ് ടേമിൽ n+1 ഈസ് ഈക്വൽ ടു m ആണ് കൊടുത്തത്. സോ n ഈസ് ഈക്വൽ ടു എന്ത് വരും? n ഈസ് ഈക്വൽ ടു m-1. സോ ഈ n ന് പകരം ഞാൻ കൊടുക്കണം m-1 കൊടുക്കണം. സോ p m-1 ഇൻറ്റു m-1 വരും. ഓക്കെ, നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? z⁻m ന്റെ കോഎഫിഷ്യൻസിന് എടുക്കുകയാണ് ചെയ്തത്. സോ ഓരോ ടേമിലും ഞാൻ z⁻m വരാൻ വേണ്ടിയിട്ട് എന്താണ് വാല്യൂ കൊടുക്കേണ്ടത് നോക്കി. സോ ഇവിടെ n+1 m കൊടുത്തു. സോ n ന്റെ വാല്യൂ എന്തായി? m-1 ആയി. സോ കോഎഫിഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം വരും. n ന്റെ സ്ഥാനത്ത് m-1 കൊടുത്തു, p-m-1 കൊടുത്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഓരോ ടേമിലുള്ള z⁻m ന്റെ കോഎഫിഷ്യന്റ് ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്ന് എടുത്തു. ഓക്കെ, നൗ നമുക്കൊന്ന് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാം. നമുക്ക്. അപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ pm ഉം ഉള്ള ടേംസിന് ഞാൻ ഒരു ഭാഗത്തേക്ക് എടുത്തു. സോ x pm പ്ലസ് 2x pmm ഈസ് ഈക്വൽ ടു ബാക്കി ടേം ഞാൻ അപ്പുറത്തേക്ക് എടുത്തു. ബാക്കി ആദ്യം വരെ ഈ ടേം വരും. സോ ഏതൊക്കെ ടേംസ് ഉണ്ട്? ആദ്യം pm-1 വന്നു, പിന്നെ ഈ ടേം വന്നു, പ്ലസ് pm-1 ഇൻറ്റു m-1. ഓക്കെ, ആ ടേം വന്നു. സോ നൗ പുട്ട് m ഈസ് ഈക്വൽ ടു n. m ഈസ് ഈക്വൽ ടു n കൊടുക്കുക, കാരണം n ആണല്ലോ ഒന്നുകൂടി സുപരിചിതം. സോ x pn പ്ലസ് 2x pnn ഈസ് ഈക്വൽ ടു pn-1 പ്ലസ് ഇവിടെ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സോ n pn-1 minus pn-1. So we can cancel out this pn-1 and pn-1. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു തെറ്റ് പറ്റിയുണ്ട് ആക്ച്വലി. ഈ ടേം നോക്കുക, ഈ ടേം എഴുതിയത് ഇവിടെ z⁻m ന്റെ കോഎഫിഷ്യന്റ് n ഈസ് ഈക്വൽ ടു m+1 അല്ലേ? നമ്മൾ ഈ n ന് m+1 കൊടുത്തു. ഇവിടെ n ഈസ് ഈക്വൽ ടു m+m മാത്രമേ കൊടുത്തുള്ളൂ. m+1 ഉണ്ട് കേട്ടോ, m+1 കൂടി ഉണ്ട്. സോ ആ ടേമിനും കൂടി ഞാൻ ഇപ്പുറത്ത് കിട്ടണം. സോ ആ ടേം ഇപ്പുറത്ത് വരുമ്പോൾ m+1 ഇൻറ്റു m+1 കൂടി വരും. ഓക്കെ, സോ ഇതിന് കൂടെ ഒരു ടേം കൂടി വരും, m+1 ഇൻറ്റു m+1. ഓക്കെ, അതായത് ഈ ടേം ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിൻ്റെ z⁻m ന്റെ കോഎഫിഷ്യന്റ് പറയുമ്പോൾ എന്ത് വരും? n ഈസ് ഈക്വൽ ടു m+1 ആണ്. n ഈസ് ഈക്വൽ ടു m+1 വരുമ്പോൾ ഈ n ന് ഞാൻ m+1 കൊടുത്തു, ഈ n ഞാൻ m മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവിടെ +1 കൂടി കൊടുത്തു. സോ ആ ടേം പുറത്തേക്ക് വന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്ത് pn ഉണ്ടല്ലേ? സോ pn ഉണ്ട്, x ഉണ്ട്. സോ അത് നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ 2n വരും, ഇവിടെ +1 വരും. സോ ഞാൻ എന്ത് പുറത്തെടുത്തു? x pn ഞാൻ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ 1 വരും, ഇവിടെ 2n വരും. സോ 2
n plus 1 is equal to ഇവിടെ വരെ എന്തൊക്കെയാണ് ഈ ടേം ഉണ്ടാവും ദാറ്റ് ഈസ് m ന് ഞാൻ n കൊടുത്തു സോ n plus 1 into p n plus 1 plus 1 into p n plus 1 plus n into pn minus 1 n into pn minus 1. Okay, so this is the first recurrence relation. Okay, so this is the first recurrence relation. This is the first recurrence relation. ഇതാണ് നമ്മുടെ ആദ്യത്തെ recurrence relation വരുന്നത്. അതായത് പല രീതിയിൽ എഴുതാം, അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും പല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. x pn of x into 2n plus 1 is equal to n plus 1 pn plus 1 plus n into pn minus 1. Okay, ഇതിലൂടെ ആക്ച്വലി ഓക്കെ ഇതാണ് എന്ത് വരിക ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ വരിക. ഓക്കെ അതാണ് ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ വരിക. ഈസിയാണ്, നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പ് മിസ്സായി മീൻസ് ഒരു സാധനം കൂടെ ഇട്ടൊക്കെ മറക്കുന്നത് മറന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സംഗതി ഈസിലി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് റെക്കറൻസ് റിലേഷൻ. നമുക്ക് രണ്ടാമത്തെ റെക്കറൻസ് റിലേഷനിലേക്ക് പോവാം. സോ രണ്ടാമത്തെ റെക്കറൻസ് റിലേഷനിലേക്ക് പോവാം. സോ രണ്ടാമത്തെ റെക്കറൻസ് റിലേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. ഈ റെക്കൺസിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ റെക്കൺസിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ റെക്കൺസിലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏതെങ്കിലും ഒരു ലെജൻഡറി ഫംഗ്ഷൻ കിട്ടിയപ്പോൾ p0 of x കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് p1 of x p2 of x p3 of x എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ p1 p2 p3 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കും. p0 തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെജൻഡറി ഫംഗ്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ലെജൻഡറി ഫംഗ്ഷൻസ് നമുക്ക് ഈസിലി നമുക്ക് ഇതിന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ഇഫ് നമുക്ക് സപ്പോസ് ഇപ്പോൾ p0 of x തന്നിട്ട് വിചാരിക്കുക, p0 of x is equal to 1 ആണെന്ന് തന്നിട്ട് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യണം, p1 of x ഉം p2 of x കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. p1 of x p2 of x കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെക്കൺസിലേഷൻ എഴുതാം. റെക്കൺസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വരും. അതായത് n plus 1 p n plus 1 of x plus n into p n minus 1 of x is equal to, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാദ്യം എഴുതിയെന്നുള്ളൂ, equal to x into pn of x into 2n plus 1 into 2n plus 1. ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ put n is equal to 0, put n is equal to 0, n is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 plus 1 1 കിട്ടും, ഇവിടെ എന്ത് വരും 0 plus 1 1 വരും. സോ p1 of x is equal to p1 of x plus n ന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായി പോകും, ഈ ടൈം കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോകും. സോ 0 is equal to ഇവിടെ x വരും, ഇവിടെ n 0 കൊടുത്തു കഴിഞ്ഞാൽ p0 of x വരും, ഇൻറ്റു ഇവിടെ n ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും, ഇൻറ്റു 1 വരും. ഓക്കെ സോ ദറ്റ് ഈസ് p1 of x is equal to x into p0 of x, x into p0 of x. p0 of x ഓൾറെഡി നമുക്ക് എന്താണ് 1 ആണെന്നുണ്ട്. സോ therefore x into 1 കിട്ടും, that is x കിട്ടും. ഓക്കെ സോ നമുക്ക് എന്ത് കിട്ടി, p1 of x 1 ആണ് കിട്ടി. ഓക്കെ അതേപോലെ p2 of x കണ്ടുപിടിക്കണം വിചാരിക്കുക. p2 of x കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യുക, put n is equal to 1, put n is equal to 1, n equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ മാറും, 2 into p2 of x is equal to 2 into p2 of x plus ഇവിടെ n 1 കൊടുത്തു കഴിഞ്ഞാൽ 1 minus 1 0 വരും. സോ p0 of x is equal to x into n ന് 1 കൊടുക്കണം. സോ x into p1 of x into 2 into 1 2 വരും, 2 plus 1 വരും. ഓക്കെ 2 plus 1 വരും. plus 1 വരും. ഓക്കെ സോ which will be equal to ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 p2 of x is equal to ഇതിനൊക്കെ പുറത്ത് എടുക്കാം നമുക്ക്. സോ ഇവിടെ 3 വരും. സോ 3x p1 of x minus p0 of x വരും. ഓക്കെ which will be equal to 3x into p1 of x കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ് x ആണ്, മൈനസ് p0 of x തന്നിട്ടുണ്ടായിരുന്നു എന്താണ് 1 ആണ്. സോ which will be equal to 3x square minus 1. 3x square minus 1 is equal to എന്താണ്, this is 2 p2 of x, this is 2 p2 of x. So therefore p2 of x എന്ത് കിട്ടും, p2 of x is equal to 3x square minus 1 divided by 2.
3x square minus 1 divided by 2 കിട്ടും. ഈസിലി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് റെക്കൺസിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലെജൻഡറി ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ലെജൻഡറി ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ P0 of x തന്നിട്ടുണ്ടെങ്കിൽ P1 കണ്ടുപിടിക്കാം, P2 കണ്ടുപിടിക്കാം, P3 കണ്ടുപിടിക്കാം, നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾ P3 of x ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, P3 of x ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഒന്നുമില്ല, put n is equal to 2. നമ്മളെ റെക്കൺസിലേഷൻ എന്ത് ചെയ്താൽ മതി, n is equal to 2 ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈസിലി നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ലെജൻഡറി ഫംഗ്ഷന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ റെക്കൺസിലേഷൻ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ റെക്കൺസിലേഷനും നമ്മൾ ഇവിടെ തുടങ്ങുന്നത് നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ റെക്കൺസിലേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജനറേറ്റീവ് ഫംഗ്ഷൻ എഴുതാം. സോ 1 മൈനസ് 2xz പ്ലസ് z square all raised to minus 1 by 2 is equal to summation over n pn of x into z raised to n. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ വിത്ത് റെസ്പെക്ട് ടു z ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ എന്ത് വരും, മൈനസ് 1 by 2 ഇൻറ്റു 1 മൈനസ് 2xz പ്ലസ് z സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് മൈനസ് 1 ആണല്ലോ. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ മാത്രം എക്സ് ഉള്ളൂ. സോ ഇൻറ്റു മൈനസ് 2x വരും. ഓക്കെ, മൈനസ് 3/2 എപ്പോഴും നമുക്ക് ഇസ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമാണ് എക്സ് ഉള്ളത്. സോ സമ്മേഷൻ ഓവർ n pn ഡാഷ് ഓഫ് എക്സ് z റേസ് ടു n. അതായത് pn ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, pn ഡാഷ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് 2 and 2 ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് എക്സ് അല്ലല്ലോ, മൈനസ് z അല്ലേ, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ മൈനസ് z ഇൻറ്റു 1 മൈനസ് 2xz plus z square all raised to minus 3/2 is equal to summation over n pn dash of x z raised to n. Pn dash of x z raised to n. Okay, now let this be equation number 2. Let this be equation number 2. Now again differentiate equation number 1. Equation number 1 with respect to z. Okay, with respect to z എന്ത് ചെയ്യുക, നമുക്ക് equation 1 നെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമ്മൾ മുന്നേ ചെയ്തതാണ്, ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് കിട്ടും നമുക്ക്, മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 2xz പ്ലസ് z സ്ക്വയർ ഇൻറ്റു ഇവിടെ z ഉണ്ട്. സോ മൈനസ് 2x പ്ലസ് 2z ഇവിടെ പവർ മൈനസ് 3/2 which will be equal to summation over n pn of x z raised to n differentiate ചെയ്യുമ്പോൾ n into z raised to n minus 1. Okay, now എന്ത് ചെയ്യാം, ഇതിന് 2 പുറത്തേക്ക് എടുത്തിട്ട് ആ 2 ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്ത് വരും, ബാക്കി മൈനസിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ എക്സ് മൈനസ് സെഡ് ഇൻറ്റു 1 മൈനസ് 2xz പ്ലസ് z സ്ക്വയർ all raised to minus 3/2 is equal to summation over n pn of x into n into z raised to n minus 1. Now let this be equation number 3. Equation number 3. Now we find out equation 3/2. Equation 3/2 കണ്ടുപിടിക്കാം. Equation 3/2 കണ്ടുപിടിക്കാം. Equation 3/2 ചെയ്ത് കഴിഞ്ഞാൽ സോ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി x minus z by minus z കിട്ടും. x minus z by minus z കിട്ടും. So x minus z divided by x minus z divided by x minus z divided by ഇവിടെ മൈനസ് പ്ലസ് ആവും അല്ലേ, ഈ മൈനസും മൈനസും പ്ലസ് ആവില്ലേ. സോ പ്ലസ് ഔട്ടാണ്. സോ x minus z by z is equal to ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എന്തുണ്ട്, summation over n pn of x into n into z raised to n minus 1 ഉണ്ട് divided by ഇവിടെ എന്തുണ്ട്, summation over n pn dash of x z raised to n ഉണ്ട്, z raised to n ഉണ്ട്. Okay,
നൗ നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ടേം കിട്ടും, ഈ ടേം ഇങ്ങോട്ട് കൊടുക്കാം. സോ നമുക്ക് കിട്ടും x മൈനസ് z ഇൻറ്റു summation over n pn dash of x z raised to n is equal to z into summation over n pn of x n into z raised to n minus 1 okay. Now ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ സമ്മേഷൻ ഒഴിവാക്കാം. നമുക്ക് എഴുതാൻ സുഖത്തിൽ നമുക്ക് ഈ സമ്മേഷൻ ഒഴിവാക്കാം. ആൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ എന്തും x into pn dash of x into z raised to n, okay, minus ഇവിടെ z ഉണ്ട്, z raised to n ഉണ്ട്. So z raised to n plus 1 ആവും. So pn dash of x z n plus 1 z raised to n plus 1 is equal to z into അല്ല z ഇവിടെ ഉണ്ട്, z raised to n minus 1. സോ എന്തെങ്കിലും ഇവിടെ z ഉം ഈ മൈനസ് 1 കൂടി വെക്കുള്ളൂ അല്ലേ. സോ ബാക്കി എന്ത് വരിക, n into pn of x n into pn of x വരും. n into pn of x പിന്നെ ഒരു z raised to n വരും. Okay. Now compare the coefficients of z raised to n. z raised to n ന്റെ coefficients compare ചെയ്യുക. That is equation number 4. z raised to n ന്റെ coefficient compare ചെയ്യുക. So ഇവിടെ കുഴപ്പമില്ല, z raised to n തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടി വരും, ഇവിടെ n plus 1 എടുക്കണം. സോ n plus 1 ന് പകരം കൊടുക്കേണ്ടി വരും പവർ ആക്കാൻ വേണ്ടിയിട്ട് n is equal to കൊടുക്കേണ്ടി വരും n minus 1 കൊടുക്കേണ്ടി വരും. n is equal to n minus 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താവുള്ളൂ, z raised to n ആവുള്ളൂ. ഇവിടെ പിന്നെ ഓൾറെഡി z raised to n ഉണ്ടാവും, പിന്നെ പ്രശ്നമില്ല. z raised to n ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ സോ കോഎഫിഷ്യന്റ് ഓഫ് z raised to n ഇട്ടാ z raised to n ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ എന്ത് വരും, x p n dash of x മൈനസ് സെക്കൻഡ് ടേമിൽ എന്ത് വരും, n is equal to n minus 1 ആണ്. സോ pn dash of n minus 1 of x is equal to ഇവിടെ z raised to n ഓൾറെഡി ഉണ്ട്. സോ n into pn of x. So this is the second recurrence relation. Okay, so this is the second recurrence relation. ഇതാണ് നമുക്ക് രണ്ടാമത്തെ recurrence relation വരുന്നത്. ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള recurrence relation ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള recurrence relation കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഇനിയും ഒരുപാട് recurrence relationകൾ ഡെറിവേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് recurrence relation പോവാം. തേർഡ് recurrence. തേർഡ് recurrence relation നമ്മൾ ആദ്യത്തെ recurrence relation ആണ് ഡിറൈവ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് recurrence relation നമുക്ക് മുന്നേ എഴുതാം. ഫസ്റ്റ് recurrence relation നമ്മൾ മുന്നേ എഴുതിയതല്ലോ ഇവിടെ. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് recurrence relation പറഞ്ഞു കഴിഞ്ഞാൽ x pn of 2n plus 1 of x is equal to n plus 1 into pn of n plus 1 of x into n into pn minus 1. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് recurrence relation ആണ്. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, n plus 1 pn plus 1 of x is equal to x pn of x into 2n plus 1 minus pn minus 1 of x. നേരത്തെ എഴുതിയ റെക്കൺസിലേഷൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തലതിരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. Now let this be equation number 5 കൊടുക്കാം. Now differentiate equation 5 with respect to x. Okay, with respect to x എന്ത് ചെയ്യുക, equation 5 നെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടും n plus 1 into p dash of n plus 1 of x. കാരണം p നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ p dash ആവും, which is equal to 2n plus 1 കോൺസ്റ്റന്റ് ആണ്. സോ 2n plus 1 എഴുതി. ഇവിടെ ഈ രണ്ട് ടേമിലും x ഉള്ള കാരണം നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു pn of x into derivative of first. ഡെറിവേഷൻ x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്, x എന്ന് കിട്ടും, മൈനസ്
മൈനസ് ഇനി പി എൻ മൈനസ് വൺ ഓഫ് എക്സ്. പി എൻ മൈനസ് വൺ ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്നിൻ്റെ കുറവുണ്ടോ? അല്ലേ, എൻ പി എൻ മൈനസ് വൺ ഓഫ് എക്സ് ഉണ്ട് അല്ലേ, എൻ പി എൻ മൈനസ് വൺ ഓഫ് എക്സ് ഉണ്ട്. സോ ഇവിടെ എന്നും കൂടി ഉണ്ട് കേട്ടോ, എന്നും കൂടി ഉണ്ട്. സോ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടും എൻ ഇൻറ്റു പി ഡാഷ് ഓഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ്. ഓക്കെ, എൻ ഇൻറ്റു പി ഡാഷ് ഓഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ്. ഓക്കെ, നൗ ഈ റെക്കൺസിലേഷൻ ഉപയോഗിക്കുക. ഈ റെക്കൺസിലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് പി ഡാഷ് എൻ ഓഫ് എക്സിന് നമുക്കൊരു ഇക്വേഷൻ പറ്റും അല്ലേ. അതായത് ഇവിടെ എക്സ് പി ഡാഷ് എൻ ഓഫ് എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് പി ഡാഷ് എൻ ഓഫ് എക്സ് ഉണ്ട്. സോ ഈ റിലേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പി ഡാഷ് എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പി എൻ ഓഫ് എക്സ് പ്ലസ് പി ഡാഷ് ഓഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ് അങ്ങനെ എഴുതാൻ പറ്റും. സോ അതെന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു which will be equal to 2n plus 1 into ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ n pn of x plus p dash of n minus 1 of x. പിന്നെ ഓൾറെഡി അവിടെ pn of x ഉണ്ട്, മൈനസ് n into p dash of n minus 1 of x, p dash of n minus 1 of x. ഓക്കെ, കുഴപ്പമില്ലല്ലോ, തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പി എൻ ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ പി എൻ ഓഫ് എക്സ് ഉണ്ട്, രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ 2n plus 1 ഇൻറ്റു ഇവിടെ n, ഇവിടെ പി എൻ, രണ്ടിലും പി എൻ ഓഫ് എക്സ് ഉണ്ട്. സോ രണ്ടിനും കൂടി പുറത്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും n plus 1 ഇൻറ്റു പി എൻ ഓഫ് എക്സ്. നമ്മൾ പി എൻ ഓഫ് എക്സിന് കോമൺ ആയിട്ട് പുറത്ത് എടുത്തു. പിന്നെ വരുന്നത് പ്ലസ് പി ഡാഷ് ഓഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ് മൈനസ് എൻ ഇൻറ്റു പി ഡാഷ് ഓഫ് എൻ മൈനസ് വൺ ഓഫ് എക്സ്, ഓക്കെ. നൗ വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2n plus 1, പിന്നെ ഇവിടെ n plus 1 ഉണ്ട്, ഇൻറ്റു n plus 1, പിന്നെ പി എൻ ഓഫ് എക്സ് ഉണ്ട്, ഇൻറ്റു പി എൻ ഓഫ് എക്സ് പ്ലസ്, പിന്നെ ഈ ടേം വരും 2n plus 1 ഇൻറ്റു പി ഡാഷ് ഓഫ് n മൈനസ് 1 ഓഫ് എക്സ് മൈനസ് n ഇൻറ്റു പി ഡാഷ് ഓഫ് n മൈനസ് 1 ഓഫ് എക്സ്, സോ അഗെയിൻ പി ഡാഷ് ഓഫ് n മൈനസ് 1 എക്സ് രണ്ടിൽ കോമൺ ആണ്. സോ അതിനെ നമുക്ക് പുറത്ത് എടുക്കാം. സോ 2n plus 1 into n plus 1 pn of x plus ഇവിടെ p dash of n minus 1 x ആണ് കോമൺ. സോ p dash of n minus 1 of x ഞാൻ പുറത്ത് എടുത്തു. ബാക്കി വരുന്നത് ഇവിടെ 2n plus 1 ഉണ്ടാവും, ഇവിടെ ഒരു മൈനസ് n ഉണ്ടാവും. ഓക്കെ, 2n plus 1 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു മൈനസ് n ഉണ്ടായിരിക്കും. ഓക്കെ, സോ 2n minus n വന്നു കഴിഞ്ഞാൽ n കിട്ടും. സോ ഇവിടെ വരും n plus 1 വരും. സോ 2n plus 1 into n plus 1 pn of x plus p dash of n minus 1 of x into n plus 1. Okay, left side എന്തൊക്കെയുള്ളത്? ലെഫ്റ്റ് സൈഡിൽ n plus 1 into p dash of n plus 1 of x ഉണ്ട്. So we can cancel out this n plus 1, n plus 1, n plus 1. ഈ മൂന്ന് n plus 1 എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? p dash of n plus 1 of x. p dash of n plus 1 of x will be equal to 2n plus 1 pn of x plus p dash of n minus 1 of x. p dash of n minus 1 of x. So this is the third reconciliation. So this is the third reconciliation. അതാണ് നമ്മൾ മൂന്നാമത്തെ reconciliation. ഇപ്പോഴും ആദ്യത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ചിലപ്പോൾ ഡെറിവേഷൻ ചോദിച്ചേക്കാം, പ്രോഡക്റ്റ് സെക്ഷൻ എങ്ങാനും ഇത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇത് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദി തേർഡ് റെക്കൺസിലേഷൻ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ റെക്കൺസിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇഫ്
ഇതിപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 6. So this is equation number 6. Equation number 6 കൊടുക്കുക. Okay. Now if we put n is equal to n minus 1, n is equal to n minus 1 in equation 6. Equation 6 n is equal to n minus 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ n is equal to n minus 1 കൊടുത്തു കഴിഞ്ഞാൽ minus 1 plus 1 കൂടിയിട്ട് പോകും. So p dash of n of x will be equal to, ഇവിടെ n n minus 1 കൊടുത്തു കഴിഞ്ഞാൽ വരും 2n minus 2 വരും. 2n minus 2 plus 1 വരും. So 2n minus 1 വരും. Okay. So this will be 2n minus 1 വരും. ഇവിടെ എന്ത് വരും? p n minus 1 of x. ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും? plus p dash of n minus 2 of x. Okay. So ഇങ്ങനെയും ഒരു reconciliation നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് obtain ചെയ്യാൻ പറ്റും. Now this is the fourth reconciliation. This is the fourth reconciliation given by equation number 7. Equation number 7 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? Fourth reconciliation കിട്ടും. Okay. ഇങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് reconciliations എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് obtain ചെയ്യാൻ പറ്റും. Okay. നമുക്ക് ഒന്നുണ്ട് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. Okay. ഒന്നുണ്ട് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. So question, show that Pn of 1 is equal to 1. Okay. Pn of 1 is equal to 1. നമുക്ക് പ്രൂവ് ചെയ്യാനാണ്. Okay. Pn of 1 is equal to 1 എന്ത് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. So നമുക്കറിയാവുന്ന ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം അല്ലേ? ലെജൻഡറി ഫംഗ്ഷൻ്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം. എന്താണ്? 1 minus 2xz plus z square all raised to minus 1 by 2 is equal to summation over n pn of x into z raised to n. നമുക്കറിയാവുന്ന സാധനമാണ്. ഓക്കെ. Now put x is equal to 1. ഓക്കെ. കാരണം pn of 1 ഉള്ള നോക്കണം. So x is equal to എന്ത് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So ഇക്വേഷൻ വരും 1 minus 2z plus z square all raised to minus 1 by 2 is equal to summation over n pn of 1 z raised to n. Okay. Pn of 1 z raised to n നമുക്ക് കിട്ടും. Okay. Now നമുക്കെന്ത് ചെയ്യാച്ചു കഴിഞ്ഞാൽ ഈ സാധനം നോക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്? 1 minus 2z plus z square. ഇത് നമുക്ക് എന്താ പറ്റും? 1 minus z whole square ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? കാരണം 1 minus z whole square പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a square minus 2ab plus p square അല്ലേ? അതേ ഫോമാറ്റിലാണ് ഇത് കിടക്കുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 minus z the whole square. ഓക്കെ. പക്ഷെ പുറത്തുനിന്നുണ്ട് all raised to minus 1 by 2 ഉണ്ട്. will be equal to summation over n pn of 1 into z raised to n. Okay. Into z raised to n നമുക്ക് കിട്ടും. So this 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. So ലെഫ്റ്റ് സൈഡ് എന്തായി? 1 minus z all raised to minus 1 ആയി. minus 1 is equal to summation over n pn of 1 z raised to n ആയിട്ട് മാറി. Okay. z raised to n ആയിട്ട് മാറി. Okay. Now 1 minus z whole raised to minus 1. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വഴി എക്സ്പാൻഡ് ചെയ്യാം. അതായത് ബൈനോമിയൽ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 minus x whole raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus nx plus n into n plus 1 divided by 2 factorial into x square. Okay. Plus etc. അതായത് n into n plus 1 into n plus 2 divided by 3 factorial into x cube plus etc. അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? ഇതിനെ ഇവിടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ആണ്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus 1 ആണ്. സോ ഫസ്റ്റ് ടേം 1 തന്നെ 1, സെക്കൻഡ് ടേം എന്ത് വരും? x പറഞ്ഞാൽ z, n പറഞ്ഞാൽ minus 1. സോ 1 minus സോറി ഇവിടെ x പറഞ്ഞാൽ z. സോ 1 minus x whole raised to n. 1 minus x whole raised to n ആകുമ്പോൾ ആക്ച്വലി ഇവിടെ മൈനസും പ്ലസും ഇന്റർചേഞ്ച് ചെയ്തിട്ട് വരും കേട്ടോ. സോ ആദ്യം ഇവിടെ മൈനസ് വരും, പിന്നെ പ്ലസ് വരും, പിന്നെ മൈനസ് വരും, ഇങ്ങനെയാണ് വരിക. സോ 1 സെക്കൻഡ് ടേം എന്ത് വരും? സെക്കൻഡ് ടേം വരിക മൈനസ് എൻ എക്സ് ആണ്. സോ ഇവിടെ മൈനസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. സോ സെക്കൻഡ് ടേം പ്ലസ് വരും അല്ലേ? സോ പ്ലസ്
പ്ലസ് സെഡ് വരും പ്ലസ് സെഡ് പ്ലസ് n ഇൻറ്റു n പ്ലസ് വൺ n ഇൻറ്റു n പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എന്ത് വരും മൈനസ് വൺ എക്സ്പാൻഷൻ ഒന്നും കുഴപ്പമുണ്ടല്ലോ ഓക്കെ സോ നമുക്ക് എക്സ്പാൻഷൻ ഒന്ന് കുത്തിക്കരുതാം സോ ബൈനറി എക്സ്പാൻഷൻ പ്രകാരം 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 പ്ലസ് എൻ എക്സ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 divided by 2 factorial plus n into n plus 1 into n plus 2 divided by 3 factorial plus etc. ഇങ്ങനെയാണ് എക്സ്പാൻഷൻ വരിക ഓക്കെ ഇപ്പോൾ ശരിയായി സോ ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡും എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് സോ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 വന്നു സെക്കൻഡ് ടേം എൻ എക്സ് പറയുമ്പോൾ സെഡ് വന്നു തേർഡ് ടേം എന്ത് വരും n into n plus 1 n into n plus 1 എന്ന് പറയുമ്പോൾ 1 into 2 divided by 2 factorial 1 into divided by 2 factorial into ഇവിടെ z square actually ഇവിടെ x square ഇവിടെ x cube സോ x square വരുമ്പോൾ ഇവിടെ എന്ത് വരും z square വരും പ്ലസ് തേർഡ് ടേം എന്ത് വരും n into n plus 1 into n plus 2 so n പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് സോ 1 into 2 into 3 divided by 3 factorial പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് into z cube plus etc. Okay, so it will be equal to ഈ ടേം വരും summation over n pn of 1 z raised to n. Okay, so we can cancel out this 1 into 2 into 2 factorial cancel ചെയ്യാം 1 into 2 into 3 into 6 നമുക്ക് cancel ചെയ്യാം so ബാക്കി വരിക 1 plus z square plus z cube plus etc. up to z raised to n വരും z raised to n is equal to summation over n pn of 1 z raised to n വരും okay so ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും this can be written as summation over n z raised to n is equal to summation over n pn of 1 z raised to n okay so we can cancel out this summation cancel ചെയ്യാം we can cancel out this z raised to n cancel ചെയ്യാം so ബാക്കി വരുന്നത് pn of 1 will be equal to 1 so ബാക്കി വരുന്നത് pn of 1 is equal to 1 കിട്ടും okay so ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ആ ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഒരു കൺഫ്യൂഷൻ വന്നതാണ് ബാക്കിയൊക്കെ വലിയ പ്രശ്നങ്ങൾ പോയി ഓക്കെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ പോയിന്റ് അപ്പ് ചെയ്യാം okay so വേറെ ക്വസ്റ്റ്യൻ show that pn of minus x is equal to minus 1 raised to n pn of x okay pn of minus x is equal to minus 1 raised to n pn of x ഈ മോഡൽ പ്രോബ്ലം ഒക്കെ നമ്മൾ ബെസലിലും ഗാമയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അതേ മോഡൽ ഡെറിവേഷൻ തന്നെയാണ് ഇതിലും വരുന്നത് സോ അത് നമുക്ക് ജനറേറ്റീവ് ഫംഗ്ഷൻ എഴുതാം ജനറേറ്റീവ് ഫംഗ്ഷൻ 1 minus 2xz plus z square all raised to minus 1 by 2 is equal to summation over n pn of x z raised to n okay നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് okay now pn of minus x നമുക്ക് കണ്ടുപിടിക്കണം so put x is equal to minus x so put x is equal to minus x ഇട്ട് കൊടുക്കുക so നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ വരും ഇക്വേഷൻ വരുന്നത് 1 ഇവിടെ minus x വരുമ്പോൾ 1 plus 2xz plus z square all raised to minus 1 by 2 which is equal to summation over n pn of minus x z raised to n now let this be equation number 1 കൊടുക്കാം let this be equation number 2 കൊടുക്കാം നമുക്ക് okay now put z is equal to minus z in equation 1 z is equal to minus 1 കൊടുക്കാം equation 1 ഇതേ ഡെറിവേഷൻ നമുക്ക് നമ്മൾ ബെസലിൽ ചെയ്തിട്ടുണ്ട് സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ ബെസലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ z is equal to minus z നമ്മൾ 1 ൽ കൊടുക്കാം സോ എന്ത് കിട്ടും 1 ഇവിടെ മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് ആയിട്ട് മാറും സോ 1 plus 2xz plus z square all raised to minus 1 by 2 is equal to
summation over n pn of x into minus z whole raised to n ആയിട്ട് മാറും. Okay, minus z whole raised to n ആയിട്ട് മാറും. So which can be written as summation over n pn of x into ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? minus 1 raised to n ആക്കിയിട്ട് എഴുതാം and z raised to n ആക്കിയിട്ട് എഴുതാം. Okay, minus 1 raised to n z raised to n ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. Okay, so now compare equation, this is equation number 3 ആണ് വിചാരിക്കുക. Now compare equation 2 and 3. Equation 2 and 3 നമുക്ക് compare ചെയ്ത് നോക്കാം. 2 and 3 compare ചെയ്ത് മനസ്സിലാവും. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, സോ റൈറ്റ് സൈഡ് സെയിം ആയിരിക്കണം നമ്മുടെ. സോ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 2ന്റെ റൈറ്റ് വരുന്നത് സമ്മേഷൻ ഓവർ n pn ഓഫ് മൈനസ് എക്സ് z റേസ് ടു n ആണ്. 3ന്റെ റൈറ്റ് സൈഡ് വരുന്നത് സമ്മേഷൻ ഓവർ n pn ഓഫ് മൈനസ് എക്സ് മൈനസ് 1 റേസ് ടു n z റേസ് ടു n ആണ് വരുന്നത്. ഓക്കെ, സോ we can cancel out this pn of minus x will be pn of x. So we can cancel out this z raised to n ഉം z raised to n cancel ചെയ്യാം. So therefore ബാക്കി വരുന്നത് എന്താണ്? pn of summation cancel ചെയ്ത് കഴിഞ്ഞാൽ pn of minus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? minus 1 raised to n pn of x. Okay, pn of x. Okay, so easily നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. റെക്കറൻസ് റിലേഷൻ വെച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇതാണ് റെക്കറൻസ് റിലേഷൻസും വരുന്നത്, അതിലത്തെ 2-3 മോഡൽ പ്രോബ്ലംസ് വരുന്നത്. ഇനി നമുക്ക് ഓർത്തോഗണാലിറ്റിയും റോഡ് റിലേഷനും ഒക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.